ഇശായിയുടെ 8 മക്കളിൽ മൂത്തയാളായ ഏലിയാബിനെ ശമൂവേൽ കണ്ടപ്പോൾ തൈലക്കൊമ്പെടുത്തു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണം ഞാൻ ആ പറയുന്ന ഭാഗം. തൈലക്കൊമ്പെടുത്തു എന്ന് പറഞ്ഞാൽ ഏലിയാബിനെ അഭിഷേകം ചെയ്യാൻ താൻ തുടക്കമിടുകയാണ്. പക്ഷേ ദൈവം തടഞ്ഞു. ദൈവം തടഞ്ഞു. നമുക്കൊക്കെ ആ ഭാഗം അറിയാം. ദൈവം എന്താണ് ശമൂവേലിനോട് പറഞ്ഞത്? ശമൂവേലേ, മുഖമോ പൊക്കമോ നോക്കരുത്. നോക്കുന്നു. ഇവിടെയാണ് എന്നെ ആശങ്കപ്പെടുത്തുന്ന, അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോ ഇവിടെ എന്താണ് സംഭവിച്ചത്? ശമൂവേലിനോട് ദൈവം പറയുകയാണ്, മുഖമോ പൊക്കമോ നോക്കരുത്. ഇനി നിങ്ങൾ ചിന്തിച്ചേ, ദൈവം തടഞ്ഞില്ലായിരുന്നെങ്കിൽ, ദൈവം ഈ പ്രവാചകനായ ശമൂവേലിനെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ശമൂവേൽ എന്ത് ചെയ്തേനെ? ദൈവം തിരഞ്ഞെടുക്കാത്തവന്റെ തലയിൽ ഈ തൈലം ഒഴിച്ചേനെ. സത്യമാണേ. ദൈവം തടഞ്ഞില്ലായിരുന്നെങ്കിൽ, ദൈവം തിരഞ്ഞെടുക്കാത്തവന്റെ തലയിൽ ഈ പ്രവാചകൻ തൈലമൊഴിച്ചേനെ. ഇതിൽ നിന്ന് നാം ഗൗരവമായി കാണേണ്ട ചിന്ത എന്താണ്? ഈ മുഖമോ പൊക്കമോ നോക്കരുത് എന്ന് ദൈവം പറഞ്ഞത് എന്തിനാണെന്ന് വചനം അറിയാവുന്നവർക്കറിയാം. എന്തിനാണ് ദൈവം പറഞ്ഞത് മുഖമോ പൊക്കമോ നോക്കരുത്? ശമൂവേൽ ആദ്യം അഭിഷേകം ചെയ്തയാൾ പൊക്കമുള്ളയാളായിരുന്നു. അപ്പൊ ശമൂവേലിൻ്റെ ഉള്ളിലുള്ള ധാരണ, ദൈവം തിരഞ്ഞെടുക്കുന്നവൻ പൊക്കമുള്ള ആളായിരിക്കും. അപ്പം മുൻ ശുശ്രൂഷയുടെ പരിചയമാണ് ഇപ്പോൾ ആരെ നിയന്ത്രിക്കുന്നത്? ശ്രദ്ധിക്കണേ. ശമൂവേലിനെ നിയന്ത്രിക്കുന്നത് പറഞ്ഞ ആദ്യത്തെ ശുശ്രൂഷ, അഭിഷക്ത ശുശ്രൂഷ, ഒരു പൊക്കമുള്ള ആളിനോടുള്ള ബന്ധത്തിലാണ് ശമൂവേൽ ചെയ്തത്. ആ ഒരു പരിചയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൊക്കമുള്ളയാളിനെ കണ്ടപ്പോൾ
ശമൂവേൽ തൈലക്കൊമ്പ് എടുത്തത്? മുഖവും പൊക്കവും നോക്കിയത്. എൻ്റെ വിഷമമെന്ന് പറഞ്ഞാൽ ഈ പ്രവാചകനെ ആരയച്ചതാണ്? ദൈവമയച്ചതാണ്. തൈലം കയ്യിലുള്ള ആളാണ് എന്ന് പറഞ്ഞാൽ ശുശ്രൂഷയുണ്ടെന്ന് ദൈവത്തിനു ബോധ്യമുള്ള ആളാണ് ശമൂവേൽ. ഹല്ലേലൂയ. ഇപ്പം എനിക്കൊരു ശുശ്രൂഷയുണ്ടെന്ന് എൻ്റെ പ്രസ്ഥാനത്തിനോ മറ്റുള്ളവർക്കോ തോന്നി എന്നതിൽ ഒരു കഥയില്ല. ദൈവത്തിന് അങ്ങനെ തോന്നുന്നെങ്കിൽ അതല്ലേ വലുത്. യെസ്. അപ്പൊ ശുശ്രൂഷ ഉണ്ടെന്ന് ദൈവത്തിന് ബോധ്യമുള്ളയാളാണ് ശമൂവേൽ. തൈലം കയ്യിലുള്ളയാളാണ് ശമൂവേൽ. ദൈവം അയച്ച ശമൂവേൽ മുഖവും പൊക്കവും നോക്കി എന്ന് പറയുന്നതാണ് എൻ്റെ സങ്കടം. ദൈവം അയക്കുന്നവരും അഭിഷേക തൈലം കയ്യിലുണ്ടെന്ന് നമുക്ക് ബോധ്യമുള്ളവരും മുഖം നോക്കാൻ തുടങ്ങിയാൽ, പൊക്കം നോക്കാൻ തുടങ്ങിയാൽ, ഈ തലമുറയിൽ നമ്മൾ ആരെ വിശ്വസിക്കണം? ശരലാസതകരായ, ഞാൻ പറഞ്ഞത് കുറെ പേർക്ക് നന്നായി മനസ്സിലായി. ദൈവകൃപ നഷ്ടപ്പെട്ട് ശുശ്രൂഷ കയ്യിന്ന് പോയി കളിക്കുന്നവരുടെ കാര്യം വിട്. ശുശ്രൂഷയുണ്ടെന്നും തൈലം കയ്യിലുണ്ടെന്നും ദൈവത്തിനു പോലും ബോധ്യമുള്ളവർ മുഖം നോക്കാൻ തുടങ്ങിയാൽ തലമുറയിൽ നമ്മൾ ആരെ വിശ്വസിക്കും? ഇപ്പം ദൈവമക്കൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ട് ഞാൻ ഈ തുടക്കത്തിൽ പറയുക, നമ്മുടെ ഹൃദയം കാണുന്നവൻ, നമ്മുടെ അകം നോക്കുന്നവൻ ഇന്ന് പകലിൽ ഈ യോഗത്തിന് ഇറങ്ങി നിൽപ്പുണ്ട്. ആ കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ആ ദൈവം ഇന്ന് പകലിൽ നമ്മോട് ഇടപെടട്ടെ. ആമേൻ. നമുക്ക് ഒരുമിച്ച് ആ ക്രൂശിൽ മറയാം. ആ ആശയം കുറച്ച് നാളായി എന്നെ ഇങ്ങനെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഞാൻ ധൈര്യപ്പെടുന്നത് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നന്നായി അറിയുന്ന ഒരു ദൈവം നമുക്കുള്ളത് കൊണ്ട് ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ആ ദൈവം എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അതിൽ നിന്ന് എന്നെ ദൈവാത്മാവ് പഠിപ്പിച്ച മറ്റൊരു ചിന്ത എന്നറിയോ? മുൻ പരിചയങ്ങൾ നമ്മളെ സ്വാധീനിക്കും. ഇപ്പം ശൗലിനെ പോലെ പൊക്കമുള്ള ഒരാളിനെ ശമൂവേൽ അഭിഷേകം ചെയ്തതിൻ്റെ പരിചയം കിടന്നതുകൊണ്ടല്ലേ, അങ്ങനൊരു ഫോർമാറ്റ് ശമൂവേലിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കൊണ്ടല്ലേ പൊക്ക ഉള്ളയാളിനെ കണ്ടപ്പം അദ്ദേഹത്തിൻ്റെ തലയിൽ തൈലം ഒഴിക്കാൻ തുടങ്ങിയത്? അതിൽ നിന്ന് നാം പഠിക്കേണ്ട പാഠം എന്താണ്? ആരെയും പരിചയങ്ങൾ സ്വാധീനിക്കാം. ഞാൻ ഹൃദയംഗമായി പറയാൻ പ്രിയരെ, നമ്മുടെ ആരാധന പോലും പരിചയങ്ങളിൽ നിന്നാവരുത്.
ഹല്ലേലൂയ. ഞാൻ പറഞ്ഞ ആശയം എത്ര പേർക്ക് മനസ്സിലായി? നമ്മൾ ആരാധിച്ച് പരിചയമുള്ളവരാണ്, അന്യഭാഷ സംസാരിച്ച് പരിചയമുള്ളവരാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും ആത്മാവിലുള്ള ദുഃഖം, അന്യഭാഷകൾ പോലും ആത്മാവിൻ്റെ നിറവിൽ നിന്നല്ല പലപ്പോഴും പറയുക. മുൻ പരിചയമില്ലെന്ന എൻ്റെ ചോദ്യം. ഞാൻ എൻ്റെ എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ നിറവെന്നിലുണ്ടാകുമ്പോഴാണ് ഞാൻ അന്യഭാഷ സംസാരിക്കേണ്ടത്. അങ്ങനല്ലേ വാക്യം, അങ്ങനല്ലേ വചനം. അപ്പോ ആത്മാവിൻ്റെ നിറവെന്നിലുണ്ടാവാതെ ഞാൻ അന്യഭാഷ സംസാരിക്കുന്നു. എങ്ങനെ? പരിചയത്തിൽ നിന്നുകൊണ്ട്. അപ്പോൾ അവിടെ ആര് മാറി നിൽക്കുന്നു? ആത്മാവ് മാറി നിൽക്കുന്നു. ഞാൻ ഒരു ദൂത് പറയാം. ഈ ഉപവാസ പ്രാർത്ഥന നടന്നു പോരുകയാണല്ലോ. പരിചയങ്ങളിൽ നിന്നുള്ള അന്യഭാഷകൾ വരെ മാറ്റിവെച്ചിട്ട് ആത്മാവിനെ ദുഃഖിപ്പിക്കാതെ ആത്മാവ് നിറവിലേക്ക് നടത്തുന്നുണ്ടെങ്കിൽ അതിന് ശരീരാത്മദേഹികളെ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ, ആമേൻ. എനിക്കറിയാം ചിലർക്ക് ഒരു അസ്വസ്ഥത എന്നോട് ഇപ്പം തന്നെ തോന്നിയിട്ടുണ്ട്. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ അന്യഭാഷ പറയുന്നെങ്കിൽ, ഞാൻ പറയാം ഇനിയുള്ള കുറച്ച് നേരം നമുക്ക് അന്യഭാഷ സംസാരിക്കാമെന്ന് പറയുന്നെങ്കിൽ അത് ജഡത്തിലാണ്. 2-3 പേരെ ആമേൻ പറഞ്ഞുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ വേദപുസ്തക പ്രകാരം ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിത്താ. എനിക്ക് 120 പേര് അന്യഭാഷ സംസാരിച്ചത് എപ്പോഴാ? അവരുടെ മേൽ അല്ലേ ആത്മാവ് അതിശക്തിയോടെ ആവസിച്ച ശേഷമാണ്. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ച ശേഷമാണ്. എന്ന് പറഞ്ഞാൽ നിറവിന്റെ പുറകെയാണ് ആത്മാവിന്റെ ഭാഷ. ഇതും എൻ്റെ ഒരു സങ്കടമാണ്. കാരണം പരിശുദ്ധാത്മാവിൽ നമ്മൾ വിവേചിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും പലതും പരിചയങ്ങളിൽ നിന്നുള്ള പ്രകടനങ്ങളാണ്. പക്ഷേ അപ്പോൾ ആത്മാവ് ദുഃഖിക്കും. എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെയൊന്നും തുടങ്ങാൻ ആശിച്ചതല്ല. പക്ഷെ ദൈവാത്മാവ് എന്നോട് പറയുന്നു, പരിചയങ്ങളിൽ അധികം ആശ്രയിക്കും തോറും ആത്മാവ് ദുഃഖിക്കും. എന്നാൽ ഇന്ന് പകലിൽ കർത്താവ് പരിടവരാതെ പരിചയത്തിന്റെ ആരാധനയെല്ലാം മാറ്റിവെച്ചിട്ട് ഒരാത്മാവിന്റെ പുതുക്കം, അത് കൊതിക്കുന്ന എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. That is biblical system. Hallelujah. 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 അതുകൊണ്ട് ആത്മാവിൻ്റെ നിറവിനും നിയോഗത്തിനും ആത്മസാന്നിധ്യത്തിനും അമിത പ്രാധാന്യം നൽകി നമുക്ക് ദൈവം എന്തെങ്കിലും നമ്മളോട് വർത്തമാനം പറയുന്നുണ്ടോന്ന്, നാടൻ ഭാഷ ദൈവം എന്തെങ്കിലും നമ്മളോട് മിണ്ടുന്നുണ്ടോന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എത്രയോ ശക്തന്മാരുടെ ഈടുറ്റ സന്ദേശങ്ങൾ കേട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ. ആമേൻ. എനിക്കും ഈ ഉപവാസ പ്രാർത്ഥനയിൽ എൻ്റെ കർത്താവിനെ കുറിച്ച് ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് എനിക്ക് ആഗ്രഹം. നമുക്ക് തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം.
മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. മതി. ഉപവാസ പ്രാർത്ഥനയിൽ ആഹാരം തരണേ എന്നുള്ള കുറിവാക്യം എന്തായാലും ഒരു കുറച്ച് സന്തോഷം തരുമെന്ന എൻ്റെ വിചാരം നമ്മുടെ മനസ്സിൽ. കാരണം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് എന്താണ് വിളമ്പാൻ പോകുന്ന ആഹാരം? ഹല്ലേലൂയ. ഞാൻ ഒരുപാട് പ്രസംഗിച്ചിട്ടുള്ള ഒരു വേദിയാണിത്. ഞാൻ വളരെ ശാന്തമായി, ഉപവാസ പ്രാർത്ഥനയാണല്ലോ, ഈ ഭാഗം ഒന്ന് പറഞ്ഞ് പങ്കുവെച്ച് പോകാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കൊക്കെ ഏറെ അടുപ്പവും പരിചയവുമുള്ള ഒരു വാക്യാംശമാണ്. സാമാന്യ വേദപുസ്തക ബന്ധമുള്ള എല്ലാ ദൈവമക്കൾക്കും സാമുദായിക പശ്ചാത്തലങ്ങളിൽ നിന്ന് ഈ വിശ്വാസത്തിലേക്ക് വന്ന ഒട്ടുമിക്ക ആളുകൾക്കും യേശു പഠിപ്പിച്ച പ്രാർത്ഥന കാണാപ്പാടമാണ്. നമ്മളിൽ മിക്ക ആളുകൾക്കും അറിയാം. പക്ഷെ നിർഭാഗ്യവശാൽ എന്നേ പറയേണ്ടൂ, ഈ പ്രാർത്ഥനയോട് നമുക്ക് ഭയങ്കര അകലമുണ്ട്. ഇത് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ ആളുകൾ പറയുന്നത് അത് നമ്മുടേതല്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ആരുടേതാ? അത് നമ്മുടേതല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, അത് നമ്മുടേതല്ല, പിന്നെ ആരുടേത്? ഇത് എന്തുകൊണ്ട് ആണെന്ന് എനിക്കറിയില്ല. വേർപെട്ട ദൈവമക്കളുടെ ഇടയിൽ ഒരതിര് കടന്ന അകലം യേശു പഠിപ്പിച്ച ഈ പ്രാർത്ഥനയോട് ഉണ്ട്. ഞാനതിൻ്റെ വിശകലനത്തിലേക്ക് പോകുന്നില്ല. പക്ഷെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ പറയാം. ഞാൻ കുറഞ്ഞത് ആഴ്ചയിൽ ഒരു 3 തവണയെങ്കിലും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന ഒരു ഉപദേശിയാണ്. കുറഞ്ഞതായി ഞാൻ പറഞ്ഞ 3 തവണ. എൻ്റെ യാത്രയിൽ കൃത്യമായി ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പ്രാർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട് ഈ പ്രാർത്ഥന. പക്ഷെ ഇതുവരെ എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാനിപ്പോൾ ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണെന്ന് പറഞ്ഞ ഈ വാചകം ചിലപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് TD വാവു പാസ്റ്റർ പോയി കേട്ടോ, ആള് പോയി. കാരണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന പുള്ളി ചൊല്ലുന്നുണ്ടെന്ന് പരസ്യമായി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞേക്കാം. ഞാനതിനെ സ്വാഗതം ചെയ്യുകയാണ്. അത് കാണാതെ അറിയാമല്ലോ. ശ്രദ്ധിച്ചേ, യേശു പഠിപ്പിച്ച പ്രാർത്ഥന, ഇതിൽ നിന്നാണ് ചില ചിന്തകൾ ഇന്ന് ഈ പ്രാർത്ഥനാ യോഗത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. യേശു ഈ പ്രാർത്ഥന പഠിപ്പിച്ചത് ശിഷ്യന്മാരെയാണ്, പുരുഷാരത്തെ അല്ല, ശിഷ്യന്മാരെ. ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ കാരണം കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ നീ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് അവർ ആവശ്യപ്പെട്ടു. അതും ഒരു ചെറിയ വിശദീകരണം വേണ്ടുന്ന ഭാഗമാണ്. യോഹന്നാൻ പഠിപ്പിച്ചു, അതുകൊണ്ട് നീ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഈ ആവശ്യത്തിന്
ഒരു പഴയ നിയമ ബന്ധമില്ലേ എന്ന് ചിന്തിച്ചു പോകും. എന്താ പഴയ നിയമ ബന്ധം? ഇസ്രായേൽ മക്കൾ ശമൂവേലിനോട് പറയുന്നൊരു കാര്യമുണ്ട്. ജാതികൾക്കുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ. കണ്ടോ? ഇവർക്ക് ഒരു രാജാവിനെ വേണമെന്നുള്ളത് ഇവരിലുണ്ടായ സ്വാഭാവികമായ ആഗ്രഹമല്ല. ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ഇവരിലുണ്ടായതല്ല ഈ ആഗ്രഹം. ഈ ആഗ്രഹത്തിലേക്ക് ഇസ്രായേൽ സഭ വരാൻ കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്. ജാതികൾക്ക് ഉള്ളതുപോലെ. അപ്പൊ ജാതികൾക്ക് ഒരു രാജാവുണ്ട്. therefore ഞങ്ങൾക്കും, അതുകൊണ്ട് ഞങ്ങൾക്കും ഒരു രാജാവിനെ. ഏതാണ്ട് ഇതേ പാരമ്പര്യമല്ലേ ശിഷ്യന്മാരിൽ നമ്മൾ കാണുന്നത്? യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും. അത് നല്ലൊരു ചിന്തയാണ്. മറ്റുള്ളവർക്കുള്ളത് കൊണ്ട്, അയാൾക്കുള്ളത് കൊണ്ട്, അവർക്കുള്ളത് കൊണ്ട് എനിക്കും വേണം എന്ന ചിന്ത. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. അങ്ങനെ അപകടങ്ങളിൽ ചെന്നുപെട്ട ഒരുപാട് പേരുണ്ട്. നമ്മൾ എത്ര ശ്രമിച്ചാലും നമുക്ക് നമ്മളാകാനേ പറ്റൂ. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. അപ്പോ യോഹന്നാൻ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. വേദപുസ്തകത്തിലോ ചരിത്രത്തിലോ ഈ യോഹന്നാൻ പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണെന്നുള്ളതിന് തെളിവില്ല. എന്നാൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥന എന്താണെന്നുള്ളതിന് നമുക്ക് തെളിവ് കിട്ടിയിട്ടുമുണ്ട്. ചിലരിതിനെ യേശുവിൻ്റെ പ്രാർത്ഥന എന്ന് വിളിക്കാറുണ്ട്. യേശുവിൻ്റെ പ്രാർത്ഥന. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാം. ഇതിനെ യേശുവിൻ്റെ പ്രാർത്ഥന എന്ന് വിളിക്കുന്നത് തെറ്റാണ്. ഇത് യേശുവിൻ്റെ പ്രാർത്ഥന അല്ല. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അതിനെ യേശുവിൻ്റെ പ്രാർത്ഥന എന്ന് വിശേഷിപ്പിക്കാൻ പാടുള്ളതല്ല. യേശുവിൻ്റെ പ്രാർത്ഥന എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ പ്രാർത്ഥനയാണ്. അതിനെ വേദശാസ്ത്രികൾ മഹാപുരോഹിത പ്രാർത്ഥന എന്ന് വിളിച്ചിട്ടുണ്ട്, വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പം യേശുവിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ പ്രാർത്ഥനയാണ്. എന്നാൽ ഈ പ്രാർത്ഥന യേശു പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അത് യേശുവിൻ്റെ പ്രാർത്ഥന അല്ല. അപ്പൊ യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഇവർക്ക്, ഞാൻ പറഞ്ഞല്ലോ, സ്വാഭാവികമായി ഇവരിലുണ്ടായ ആഗ്രഹമല്ല പ്രാർത്ഥിക്കാൻ പഠിക്കണമെന്നുള്ളത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശിഷ്യന്മാരെവിടെയെങ്കിലും, സുവിശേഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ, എവിടെയെങ്കിലും ശിഷ്യന്മാർ പ്രാർത്ഥിച്ചെന്നുള്ളതിനൊരു തെളിവ് കാണിക്കാവോ? ഇവര് മുങ്ങിച്ചാകാൻ തുടങ്ങിയപ്പോ നിലവിളിച്ചെന്നുള്ളതിന് തെളിവുണ്ട്. നിലവിളിച്ചെന്നുള്ളതിന് തെളിവുണ്ട്. പക്ഷെ ശിഷ്യന്മാർ പ്രാർത്ഥിച്ചെന്നുള്ളതിന് തെളിവില്ല. പിന്നെ പ്രാർത്ഥനയ്ക്ക് പോയതിനും തെളിവുണ്ട്. അവിടെ ഇരുന്ന് ഉറങ്ങിയതിനും തെളിവുണ്ട്. പക്ഷെ ഇവർ പ്രാർത്ഥിച്ചെന്നുള്ളതിന് സുവിശേഷങ്ങളിൽ തെളിവില്ല. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ തുടങ്ങിയത് ചിലപ്പോൾ എനിക്ക് നിന്നെയും കൊല്ലും ഞാനും ചാകുമെന്നൊന്നും പറഞ്ഞ് തുടങ്ങാൻ അറിയത്തില്ല. ഞാൻ ഇച്ചിരി ശാന്തമായി സാധാരണ തുടങ്ങുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? ആ ശാന്തമായ തുടക്കത്തിൽ നമുക്കറിയാം ഈ സെഷനിൽ മയങ്ങാൻ സാധ്യതയുള്ളവരാരൊക്കെയാണെന്ന്. ഹല്ലേലൂയ. ഞാനത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ചിലർ കണ്ണടച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ കണ്ണ് തുറന്നിരിക്കുകയാണ്. ഇനിയുള്ള ഏതാണ്ട് 1 മണിക്കൂർ നേരം നമ്മൾ ഈ ദൈവവചനം ധ്യാനിക്കാൻ പോവാണ്.
ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഈ പ്ലാസ്റ്റിക് കസേരയിലൊക്കെ ഇരുന്നോണ്ട്, കാരണം അതൊരു വലിയ, നമ്മുടെ മെത്തെ കിടന്നിട്ട്, നമ്മുടെ വീട്ടിൽ മെത്തെ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റാത്ത ഒരാൾ ഈ പ്ലാസ്റ്റിക് കസേരയിൽ ഇരുന്നോണ്ടൊക്കെ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ ദൈവം ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചിലർക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് സമാധാനത്തോടുകൂടെയുള്ള ഉറക്കമാവാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെ വീഡിയോ ചിലത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ യാത്രക്കിടയിലും കൃത്യമായിട്ട് വീഡിയോയിൽ കാണാൻ ചിലർ ഉറങ്ങുന്നത്. ഹല്ലേലൂയ. പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഉറങ്ങുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഉണ്ട്. അത്രയും ദിവസമായില്ലേ? ആമേൻ. ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ഈ അബ്രഹാം അധികാലത്തെ പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒത്തിരി വ്യാഖ്യാനങ്ങൾക്ക് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ ഒരു വ്യാഖ്യാനവും അതിന് നൽകാൻ തോന്നിയിട്ടില്ല. അബ്രഹാം അധികാലത്തെ പുറപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാറ ഉണരുന്നതിന് മുമ്പേ പോയെന്നാണ്. മനസ്സിലായോ? സാറ ഉണർന്നാൽ യാഗം നടക്കുകയില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ യോഗം നടക്കുകയില്ല. യോഗം മുടങ്ങും. കാരണം സാറ അറിഞ്ഞിട്ടില്ലല്ലോ ഇസഹാക്കിന്റെ യാഗം. അപ്പൊ യാഗം മര്യാദയ്ക്ക് നടക്കണമെങ്കിൽ ആരുറങ്ങണം? ഇപ്പോഴാണ് എല്ലാവർക്കും കാര്യം മനസ്സിലായത്. ഇനി ഒരു കാര്യം ഞാൻ പറയാം. അന്തസ്സുള്ളവരാരും ആമേൻ ഇനിയുള്ള കുറച്ചു നേരം ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കും. എനിക്ക് എൻ്റെ കൊതി എന്നറിയോ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചും ജാഗരിച്ചും വായിച്ചും പഠിച്ചും ഒക്കെ പ്രാപിച്ചോണ്ടാണ് ഈ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. അത്രയും വില കൊടുത്തൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അറിയാവുന്ന ഒരു പ്രസംഗം ഈ തലയ്ക്ക് മുകളിലൂടെ മിസൈൽ കത്തിച്ചു വിടുന്നത് പോലെ പറഞ്ഞു വിട്ടേച്ച് പോവുക എന്നുള്ളതല്ല. വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശുശ്രൂഷിക്കുന്നവനും വിടുവിക്കപ്പെടണം, കേൾക്കുന്നവരും വിടുവിക്കപ്പെടണം. അല്ലേ? അങ്ങനെയല്ലേ വചനത്തിന്റെ സ്വഭാവം? വചനമയച്ച് സൗഖ്യമാക്കുന്നല്ലേ? അങ്ങനെയാണ് ഞാൻ പറയാം, ഇന്ന് ഒരഭിഷക്തന്മാരും കൈവെക്കാതെ ഇതിനകത്ത് പാഞ്ഞു നടക്കുന്ന വചനമുണ്ടല്ലോ, വിടുതൽ അർഹിക്കുന്നവരെ തൊടും. അത് വചനത്തിന്റെ സ്വഭാവമാണ്. അത് പ്രസംഗകന്റെ മിടുക്കല്ല, അത് വചനത്തിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് വചനത്തിലൂടെ ദൈവാത്മാവ് കൈമാറാൻ ആഗ്രഹിക്കുന്ന ആത്മീയോത്തേജനപ്രദങ്ങളായ ചിന്തകളിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ കണ്ണോടിക്കാം. ഒന്ന് ശ്രദ്ധിക്കാം. യേശു പഠിപ്പിച്ച പ്രാർത്ഥന വിവിധ നിലകളിൽ വിഭജിച്ച് പഠിപ്പിച്ചു വരുന്നു വേദശാസ്ത്രികൾ. വ്യത്യസ്തങ്ങളായ വിഭജനങ്ങളും വിശകലനങ്ങളും ഈ പ്രാർത്ഥനയെ സംബന്ധിച്ചുണ്ട് നിലവിൽ. എനിക്കേറെ ഇഷ്ടം തോന്നിയ ഒരു പഠന സംവേദന രീതിയുണ്ട്. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി ഹൃദ്യമായി തോന്നിയ ഒരു പഠന രീതിയുണ്ട്. ഈ പ്രാർത്ഥനയെ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയെ 3 തിരിക്കാം. 1 അഭിസംബോധന, 2 അപേക്ഷകൾ, 3 മഹത്വാർപ്പണം. ഇതാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ 3 നിലയിലുള്ള വിഭജനം. ഒന്നുകൂടെ ശ്രദ്ധിക്കണം. അഭിസംബോധന, അപേക്ഷകൾ, മഹത്വാർപ്പണം. വേറെയും വ്യത്യസ്തങ്ങളായ വിഭജനങ്ങളും പഠിപ്പിക്കലുകളും ഉണ്ടാവാം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അറിവിലും അന്വേഷണത്തിലും
എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയത് ഈ പഠന സംവേദന രീതിയാണ്. ഞാൻ എൻ്റെ കുറിവാക്യത്തിലേക്ക്, നമ്മൾ വായിച്ച കുറിവാക്യത്തിലേക്ക് വരാൻ ഒരു വഴി തെളിച്ചു വരികയാണ്. ശ്രദ്ധിക്കണം. എത്ര മനോഹരമാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിലെ അഭിസംബോധന. എന്താ അഭിസംബോധന? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നിങ്ങൾ വചനം അറിയാവുന്നവരാണല്ലോ. 4 സുവിശേഷങ്ങൾ ശ്രദ്ധിച്ചേ. യേശു എവിടെയെങ്കിലും ദൈവത്തെ ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. ഒരിക്കൽ മാത്രം, ഒരിടത്തു മാത്രം. ക്രൂശിലെ ക്രൂരമായ ഏകാന്തതയിൽ യേശു വിളിച്ചു, എൻ്റെ, കണ്ടോ വചനം ഇതുപോലെ പൂരിപ്പിക്കുന്നത് ഭയങ്കര ഇഷ്ടം എനിക്ക്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. ആ ഒരു ഭാഗം ഒഴിച്ചാൽ യേശുവിൻ്റെ 3.5 വർഷത്തെ ശുശ്രൂഷയിൽ ദൈവത്തെ പിതാവേ എന്ന് മാത്രമേ അഭിസംബോധന ചെയ്തിട്ടുള്ളൂ. ഈ അഭിസംബോധന യേശു ആരംഭിച്ചത് 12ാമത്തെ വയസ്സിലാണ്. നമുക്കറിയാം, യോസേഫും മറിയയും യേശുവിനെ തിരക്കി യെരൂശലേം പള്ളിയിൽ ചെന്നപ്പോ എന്താ പറഞ്ഞത് യേശു? ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ? ഞാൻ എൻ്റെ ദൈവത്തിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലയോ എന്നല്ല യേശു പറഞ്ഞേ, എൻ്റെ പിതാവിനുള്ളതിൽ. അവിടെ മുതൽ യേശു ആരംഭിച്ചു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ആ സമ്പ്രദായം. അത് യേശു തുടർന്നു പോന്നു. യേശുവിൻ്റെ ജീവൻ വെടിയുന്നതിന് തൊട്ടു മുൻപും യേശു അങ്ങനെയാ വിളിച്ചത്, പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ. കണ്ടോ, അതിന് തൊട്ടു മുൻപാണ് ദൈവമേ എന്ന് വിളിച്ചത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തെന്ന് വിളിച്ചത്. അതിനുശേഷം യേശു വീണ്ടും തിരുത്തി ദൈവമേ എന്നുള്ള വിളി പിതാവേ. കണ്ടോ, എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ തരുന്നെന്നല്ല പറഞ്ഞേ, പിതാവേ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ തരുന്നു. അപ്പോ യഹൂദന്റെ പരമ്പരാഗത രീതി നമ്മൾ പഠിച്ചാൽ, ഒരു സാധാരണ യഹൂദൻ ദിവസം 3 വട്ടം പ്രാർത്ഥിക്കുന്നവരാണ്. അത് ദൈവമക്കൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും 3 നേരം. ഇത് തന്നെ ദാനിയേലും പറയുന്നുണ്ട്, ഞാൻ ദിവസം 3 വട്ടം യെരൂശലേമിന് നേരെ കിളിവാതിൽ തുറന്ന്. കണ്ടോ, അപ്പോ ഒരു യാഥാസ്ഥിതികനായ യഹൂദൻ കുറഞ്ഞത് 3 വട്ടം പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ അവരുടെ പ്രാർത്ഥനകളിൽ യാഹെന്നോ യാഹ്വേ എന്നോ ദൈവമേ എന്നോ മാത്രമേ അവർ അഭിസംബോധന ചെയ്തിരുന്നുള്ളൂ. എന്നുവരെ, ശ്രദ്ധിക്കണേ, എന്നുവരെ യേശു ഈ പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് വരെ ദൈവത്തെ ദൈവമേ എന്നോ യാഹെന്നോ യാഹ്വേ എന്നോ മാത്രമാണ് വിളിച്ചും വിശേഷിപ്പിച്ചും വന്നത് പ്രാർത്ഥനയിൽ. എന്നാൽ യേശു ഇവിടെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഒരു മധുരമുള്ള അഭിസംബോധന അതിന് യേശു ആരംഭമിടുകയാണ്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ചോദിക്കട്ടെ,
ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നമ്മുടെ ഹൃദയത്തിന് കുറെ കൂടെ അടുപ്പം തോന്നുന്നത് അപ്പ എന്ന് വിളിക്കുമ്പോഴല്ലേ, ഡാഡി എന്ന് വിളിക്കുമ്പോഴല്ലേ, അച്ചാച്ച എന്ന് വിളിക്കുമ്പോഴല്ലേ. ആമേൻ. എന്റെ അനുഭവം ഞാൻ പറയാം. പിതാവേ എന്ന് വിളിക്കും എന്ന് പറഞ്ഞാൽ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോ ഒരുപാട് അകലങ്ങളിൽ എവിടെയോ നിൽക്കുന്ന ഒരു അദൃശ്യ ശക്തി എന്ന ചിന്തയാ മനസ്സിൽ തെളിയുന്നത്. എന്നാൽ പിതാവേ എന്ന് വിളിക്കുമ്പോ എന്റെ കൈയെത്തും ദൂരത്ത്, എന്റെ കണ്ണെത്തും ദൂരത്ത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഞാൻ രോഗിയായി കിടക്കുമ്പോൾ എന്റെ കിടക്കക്കരിയിൽ ഞാൻ മനസ്സിൽ തളർന്നു നിൽക്കുമ്പോൾ എന്നെ ചേർത്ത് പിടിക്കുന്നവനായി. ഹല്ലേലൂയ. ആമേൻ. അതെ, ഞാനും അനുഭവത്തിൽ നിന്ന് പറയട്ടെ ദൈവമക്കളോട്. എനിക്ക് ലോകപ്രകാരം എൻ്റെ അപ്പൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. നമുക്ക് ധൈര്യത്തോടെ പറയാം, ഈ ഉപവാസ പ്രാർത്ഥനയിൽ എനിക്കൊരപ്പൻ ഉയരത്തിലുണ്ട്, എനിക്ക് വേണ്ടി ഇടപെടുന്ന ഒരപ്പൻ. ഞാൻ ഇന്ന് പകൽ അടുത്ത വചനഭാഗം വിശദീകരിക്കാൻ പ്രവേശിക്കുന്നതിന് മുൻപ് ഒരു ദൂത് പറഞ്ഞു തുടങ്ങട്ടെ. ഈ അപ്പന്റെ പ്രത്യേകത എന്തെന്നറിയാവോ? നിന്റെ ഭാഗത്താണ് തെറ്റെങ്കിലും ദൂരത്ത് നിന്ന് നിന്നെ അവൻ കണ്ടാൽ അവൻ ഇരിക്കുന്നിടത്തിരിക്കുന്നവനല്ല, നമ്മുടെ അടുക്കലേക്ക് ഓടി വരുന്നവനാണ്. ഈ അപ്പന്റെ അദൃശ്യ സാന്നിധ്യം ആത്മാവിൽ അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് ആദരമടക്കി ഒരിക്കലും അനങ്ങാതിരിക്കാനാവില്ല. സ്വർഗസ്ഥ പിതാവിന്റെ നിറഞ്ഞ സാന്നിധ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, അഭിസംബോധന. ഞാൻ ഒരു ചിന്ത പറഞ്ഞോട്ടെ. എനിക്കും തോന്നിയിട്ടുണ്ട് ദൈവമക്കൾ, നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിക്കണമെന്ന് തന്നെ എൻ്റെ അഭിപ്രായം. ഇവിടെ പ്രാർത്ഥിക്കാൻ ഒരു ദൈവദാസന് സമയം കൂടെ എത്ര മനോഹരമായിട്ടാണ് ആ ദൈവദാസൻ സജീപ്പോൾ എത്ര മനോഹരമായിട്ടാണ് പ്രാർത്ഥന. അതിനകത്ത് കളയാനൊന്നും ഇല്ലായിരുന്നു. അത് പ്രാർത്ഥിക്കാൻ അറിയാമെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പം ഈ മരണവീട്ടിൽ ചെല്ലുമ്പോൾ ചിലർക്ക് പ്രാർത്ഥിക്കാൻ സമയം കൊടുത്താൽ എൻ്റെ ദൈവമേ ഭയങ്കര മനപ്രയാസം ഉണ്ടാവും. അവിടെ ഉപയോഗിക്കുന്ന അഭിസംബോധന, സ്വർഗം നിന്റെ സിംഹാസനം, അത് ഭയങ്കര ശബ്ദത്തിലാണ്. മരണവീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു ദുഃഖഭവനമാണ്, അല്ലേ? ഒരു വിലാപ വീടാണ്. അവരുടെ ദുഃഖവുമായി ഏകീഭവിച്ച് നിന്നുകൊണ്ട് വേണം നമ്മൾ ശബ്ദം ഉപയോഗിക്കാൻ. അല്ലാതെ സഭായോഗത്തിന് പ്രാർത്ഥിക്കുന്ന ആ ശൈലിയും ശബ്ദവുമാണോ മരണവീട്ടിൽ? പാടില്ല. 3 ആഴ്ച മുമ്പ് ഒരു മരണവീട്ടിൽ ശുശ്രൂഷിക്കാൻ പോയി. പ്രാർത്ഥിക്കാൻ സമയം കൂടെ ഏരിയ എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഏരിയയിലുള്ള ഒരാളാ, തീരെ മോശക്കാരനല്ല. ഹല്ലേലൂയ. സ്വർഗം നിന്റെ സിംഹാസനം. ഈ സ്വർഗം സിംഹാസനവും ഭൂമി പാദപീഠമാണെന്നുള്ളതൊന്നും മരണവീട്ടിൽ അത്രയും അഭിസംബോധന വേണ്ടെന്ന്. ചിലര് തുടങ്ങിയാൽ സമുദ്രത്തിലെ വെള്ളത്തിന് മണലുകൊണ്ട് അതിരിട്ടവനെ, ഇതൊന്നും കുഞ്ഞൂട്ടിച്ചായ മൂക്കി പഞ്ഞി വെച്ച് കിടക്കുമ്പം ഇതൊന്നും പറയേണ്ട കാര്യം. ഇത്രയും ഒച്ച വെക്കുമ്പം ആ മരിച്ച് കിടക്കുന്നവൻ എന്തോ വിചാരിക്കും? ദൈവമേ, ഇവനൊന്നും ജീവൻ പോയാലും ചത്ത് കിടന്നാലും സ്വൈര്യം തരികയില്ലല്ലോ എന്ന് ചിന്തിക്കത്തില്ലേ? ശരി, പൊതുവേ നമ്മളെക്കുറിച്ച് ഈ ഒച്ച വെക്കുന്നവരാണെന്നുള്ള ഒരു മുൻവിധി ഉണ്ട്. മരണവീട്ടിലെങ്കിലും കുറച്ച് മര്യാദ പാലിക്കണ്ടേ? മരണവീട്ടിൽ ചിലർ പ്രസംഗിക്കാൻ തുടങ്ങിയാലോ ഉപവാസ പ്രാർത്ഥന തോറ്റുപോകും. അപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്, ഓരോ യോഗങ്ങളുടെ സ്വഭാവമനുസരിച്ച് ശബ്ദവും ഭാഷയും ഉപയോഗിക്കാൻ പഠിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു എന്ന് പറയുന്നതിൽ നിന്ന്
അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിതാവേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഞാനെന്നോ എൻ്റെ എന്നോ എനിക്കെന്നോ ഒരേകവചനം യേശു ഉപയോഗിച്ചിട്ടില്ല. ഞങ്ങളുടെ പിതാവേ എന്ന് പറഞ്ഞാൽ പത്രോസ് ആണ് ഇത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ബാക്കി 11 പേരെയും ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. യേശു പഠിപ്പിച്ചത് അതൊക്കെയാ. നമ്മൾ പ്രാർത്ഥനയ്ക്ക് എത്ര ദിവസം എടുക്കുന്നു എന്നുള്ളതല്ല പ്രാർത്ഥനയുടെ മഹത്വം. പ്രാർത്ഥനയിൽ നാം എങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ പിതാവേ, കണ്ടോ എന്ന് പറഞ്ഞാൽ ഈ പദം നിങ്ങൾ വീട്ടിൽ ചെന്നിരുന്ന് എണ്ണി നോക്കിക്കോ. 8 പ്രാവശ്യം യേശു ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട് യേശു പഠിപ്പിച്ച പ്രാർത്ഥനയിൽ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം, ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം നൽകണമേ, ഞങ്ങളെ ദുഷ്ടങ്ങളിൽ വിടുവിക്കണമേ. കണ്ടോ, ഞങ്ങൾ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ ഈ ഞങ്ങൾ പ്രയോഗം യേശു ഉപയോഗിച്ചതിൻ്റെ അർത്ഥം ദൈവമക്കൾക്ക് മനസ്സിലായി കാണും. കാരണം ഇവര് ഒരു പടകിലിരിക്കും, പക്ഷേ ഇവർ ഒരുമനപ്പെട്ടിരിക്കത്തില്ല. സുവിശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. 3.5 വർഷത്തിനിടയിൽ ശിഷ്യന്മാരുടെ ഇടയിൽ ആകെ തർക്കമുണ്ടായത് ഒരു കാര്യത്തെ ചൊല്ലിയാണ്. അത് ലൂക്കോസ് വിവരിക്കുന്നുണ്ട്. തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ ചൊല്ലി തർക്കമുണ്ടായി. അപ്പൊ യേശുവിൻ്റെ ഗോസ്പൽ ടീമിലുള്ള ആളുകൾ തമ്മിൽ ചേരുന്നവരല്ലെന്നും വലിപ്പം ഭാവിക്കുന്ന ആളുകളാണെന്നും കൃത്യമായി അറിയാം എന്നുള്ളത് കൊണ്ടാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോ ഏത് പദം യേശു ആവർത്തിച്ചത്? ഞങ്ങൾ 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 എന്ന പദം. ഞാൻ അവിടെ ഒരു ചിന്ത സഭയോട് പറഞ്ഞിട്ട് അടുത്ത ഭാഗത്തേക്ക് വരാം. ദൈവമക്കളെ, എൻ്റെ എളിയ വീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം പറയാം. പ്രാർത്ഥനയേക്കാൾ വലുതാണ് സഹോദരിമാരെ കുറച്ചുപേർ അല്ലേലിയ പറഞ്ഞു. ഞാൻ അല്ലേലിയ പ്രതീക്ഷിക്കുന്ന ആളൊന്നുമല്ല. എനിക്ക് ശ്മശാന മൂകതയൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ഒരു ഉപദേശിയാണ് ഞാൻ. ആമേൻ. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ്, ഈ ഐക്യതയില്ലാതെ 202 ദിവസം ഉപവസിച്ചാലും ഈ ബൈബിൾ പറയുന്നു അത് തെറ്റാണ്. ദൈവമക്കളെ, നമ്മുടെ ദൈവം വ്യവസ്ഥകളുടെ ദൈവമാണ്, അല്ലാതെ പ്രോഗ്രാമിൽ പ്രസാദിക്കുന്നവനല്ല നമ്മുടെ ദൈവം. എവിടെ 2 പേർ ഐകമത്യപ്പെടുമോ, അങ്ങനല്ലേ വാക്യം, നിങ്ങളിൽ 2 പേർ ഐകമത്യപ്പെട്ട് പുത്രന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ചെയ്തു തരാമെന്ന. അങ്ങനെയെങ്കിൽ പ്രയർ സെന്റർ സഭയിൽ നടന്നു വരുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ആത്മനിയോഗത്തോടെ ഞാൻ പറയുന്നു, കുടുംബങ്ങളിലോ സഭയിലോ പരസ്പരം ഹൃദയംഗമായി അടുക്കാൻ കഴിയാതെ, ഒന്നിച്ചു പോകാൻ കഴിയാതെ, ഐക്യതയില്ലാതെ ഈ വചനം ശ്രദ്ധിക്കുന്ന ചിലരെ ദൈവാത്മാവിൽ എനിക്ക് കാണാം. പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, വീട്ടിൽ ആ വിഷയത്തിന് നിരപ്പുണ്ടാക്കുക.
നിങ്ങളുടെ ഐക്യതയായിരിക്കും സഭയെ ഐക്യതയിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഐക്യതയായിരിക്കും ദേശത്തെ പേയിൻ കോട്ടകളെ ഇടിപ്പാൻ സഭയെ ശക്തരാക്കുന്നത്. അതുകൊണ്ട് ഐക്യതക്കെതിരെ ഞാനത് പറയാൻ ആശിച്ചതല്ല, ഞാൻ ധ്യാനിച്ചൊരു ഭാഗമല്ലത്. ഐക്യതയെ തകർക്കുന്നത്, അതിനെ ഇല്ലായ്മ ചെയ്യുന്നത് സാത്താനാണ്. ഞാൻ ചോദിക്കട്ടെ, സാധാരണ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വരുമ്പോ ഓടി വരുന്നതാ ആദാം. ഒരു ഈവനിങ് വാക്ക് ദൈവവുമൊത്ത് മനോഹരമായ ഏദനിൽ തുടർന്നു പോന്നതാ. നല്ല ഫെലോഷിപ്പായിരുന്നു ഏദനിൽ. പക്ഷേ തകർത്തില്ലേ സാത്താൻ? ഞാൻ ചോദിക്കുക, ഞാൻ ഇന്ന് ജിബിനോടാണെന്ന് തോന്നുന്നു, ജിബിനോടാണോ ബെന്നിയോടാണോ എനിക്കറിയത്തില്ല, ജിബിനോടാണെന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ആരും ഈ വ്യവസ്ഥകളെ തൊടുന്നില്ല. എല്ലാ മാസവും ചർച്ചിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. 2 ദിവസമേ ഉള്ളൂ. ഞങ്ങൾ ഒരു ഗസ്റ്റിനെ വിളിച്ചു. അപ്പം ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന സഭയിൽ രാജ്യം വന്നിട്ടുണ്ട്. 10 വർഷമായി ആ വേല തുടങ്ങിയിട്ട്. ഇനിയിപ്പോൾ ഒരു സ്ഥലം മാറ്റമൊന്നുമില്ല. സ്ഥലം മാറി എൻ്റെ കട്ടിലിൻ്റെ മുഴുവൻ ആണി ഇളകി. ആടാത്ത കട്ടിലെ ചാകുന്നതിന് മുമ്പേ ഒന്ന് കിടക്കണ്ടേ? ഹല്ലേലൂയ. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു പ്രവർത്തനമൊക്കെ തുടങ്ങി. ഇപ്പോൾ അതും കൊണ്ട് പോകും. അവിടെ കിടന്ന് ചാകത്തേ ഉള്ളൂ. അപ്പം എനിക്ക് സഭയുടെ പാസ്റ്ററാണല്ലോ, എനിക്കറിയാം 2-3 പേര് തമ്മിൽ അത്ര രസമല്ലാത്തവരുണ്ട്. നമ്മൾ വചനത്തിലൂടെ അത്യാവശ്യം തൊള്ളിമരുന്ന് കൊടുത്തായിരുന്നു. അങ്ങനെയാണല്ലോ ആളുകൾ അറിയാതെ അകത്ത് തൊള്ളിമരുന്ന് കൊടുക്കണം. അതവിടെ കിടന്ന് വർക്ക് ചെയ്തോളൂ. പക്ഷെ ഏറ്റില്ല. ഞാൻ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഇപ്രാവശ്യത്തെ ഉപവാസ പ്രാർത്ഥന എന്തായാലും ഗസ്റ്റിനെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് ബോധ്യമുള്ള ഒരാൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സഭക്കാർക്കും ഇഷ്ടമാണ് അദ്ദേഹത്തെ. അപ്പം ഞാൻ എൻ്റെ വൈഫിനോടും പറഞ്ഞു, മേഴ്സി എന്തായാലും ഇപ്രാവശ്യം പൊളിക്കും. കാരണം അതിനൊരു പരിഹാരം ഉണ്ടാകണമല്ലോ. എന്നാൽ ഇവർ തിരുവത്താഴം എടുക്കുന്നുണ്ട്. തിരുവത്താഴത്തിൽ നിന്നൊക്കെ മാറിയിരിക്കുവാണെങ്കിൽ നമുക്കൊരു സമാധാനമുണ്ട്. കാരണം അവർക്ക് തമ്മിൽ അസ്വസ്ഥത ഉണ്ടെന്നറിയാം. അതുകൊണ്ട് പക്ഷേ ബേക്കറിയിൽ നിന്ന് പപ്സ് തിന്നുന്നത് പോലെ ഇതെടുത്ത് തിന്നും. 2-3 കഷ്ണം എടുക്കുന്നുണ്ടോ എന്ന് തന്നെ എനിക്കൊരു സംശയമുണ്ട്. കാരണം ഒരുമാതിരിപ്പെട്ടവരൊക്കെ ചവ നിർത്തിയാലും ചിലർ ചവ നിർത്തുന്നില്ല. കാരണം രാവിലെ ഒന്നും കഴിക്കാതെ വരുന്നതല്ലേ. ഹല്ലേലൂയ. പക്ഷേ വന്ന അതിഥിയും ഇവരോട് പറഞ്ഞത് അനുഗ്രഹത്തിൻ്റെ ദൂത. അതിൽ ഒരാളോട് പറഞ്ഞ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. വേറൊരു റലം ദൈവം കാണുന്നു നിനക്ക്. കൂട്ടു സഹോദരിയോട് മിണ്ടിയിട്ട് 4 മാസമായി. വേറൊരു റലം കാണുന്നെന്ന്. എന്തോ പറയാൻ, എന്നെ ആരും ആമേൻ പറയാൻ. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇരുന്നാൽ പോരാ. എൻ്റെ ആത്മാവ് പറയുന്നത് ഇങ്ങനെ ഇരുന്നാൽ പോരാ. പിന്നെ എങ്ങനെ ഇരിക്കണം? അന്നേരത്തേന് പാട്ടുപാടി ആരാധിക്കുമ്പോ അധികം ശക്തിക്ക് കൈയടിക്കാതിരുന്ന, ഞാനൊരു പേരിടുക, കുഞ്ഞമ്മ നല്ല പേര് കേട്ടോ. ഇവിടെ കുഞ്ഞമ്മമാരുടെ പേര് വേണ്ടതുപോലെ. കാരണം ഈ കുശുമ്പ് അകത്ത് വെച്ചോണ്ട് എങ്ങനെ നന്നായിട്ട് ആരാധിക്കും? ആരാധിക്കാതെ ഇരുന്ന നമ്മുടെ കുഞ്ഞമ്മ ഈ വേറൊരു തലത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോകുന്നു. അപ്പൊ ഈ അഭിഷേകത്തിന്റെ തലം എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മുടെ ആളുകൾക്ക് ഒരു അനക്കമൊക്കെ. ആ കുഞ്ഞമ്മ അങ്ങോട്ട് ഇളകിയില്ലേ? കുഞ്ഞമ്മ അങ്ങോട്ട് ഇളകിയപ്പോൾ മറിയാമ്മ സിസ്റ്റർ, ഇത് ഞാൻ എൻ്റെ ഭാവന, ആ സിസ്റ്ററിൻ്റെ പേര്, മറ്റേ സിസ്റ്ററിൻ്റെ പേര് മറിയാമ്മ എന്നല്ല, അനങ്ങുന്നില്ല. അനങ്ങാതിരിക്കുന്നതെന്നറിയോ? പിന്നെ പുള്ളിക്കാരി വേറൊരു തലത്തിൽ കയറി ഇപ്പം കാണാം. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അതുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വൈഫിനോട്, ഇനിയിപ്പോൾ ഒരു 2-3 മാസത്തേന് അതിഥികളെ വിളിക്കുന്നില്ല. വിളിക്കുന്നില്ല. എന്റെ ചോദ്യം
ദൈവമക്കളെ, നിങ്ങളൊന്ന് ചിന്തിച്ചേ. നമ്മുടെ ഇടയിൽ ഒരു പാപമുണ്ടെങ്കിൽ ആ പാപത്തെ വിരൽ ചൂണ്ടാത്തത് എന്ത്? നമ്മുടെ ഇടയിൽ ഐക്യത കുറവുണ്ടെങ്കിൽ അനൈക്യത്തെ ദൈവാത്മാവ് കാണുന്നെന്ന് പറയാത്തത് എന്തുകൊണ്ട്? ഞാൻ അടുത്ത സ്റ്റേജ് പ്രതീക്ഷിക്കുന്നുണ്ടാവും അല്ലേ? ആരെയും പിണക്കാതെ. നോ, ശുശ്രൂഷയ്ക്ക് വിളിച്ചത് ദൈവമാണെങ്കിൽ. ആമേൻ. പഴയ നിയമ പ്രവാചകന്മാരെ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ ദൂത് പറഞ്ഞത് ആ മനുഷ്യൻ നീ തന്നെ. അങ്ങനെ ശുശ്രൂഷിക്കുന്ന അഭിഷക്തന്മാർ ഈ തലമുറയിൽ എഴുന്നേറ്റാൽ ജനം കൂട്ടമായി നിലവിളിക്കുമെന്ന എന്റെ വിശ്വാസം. പാപം ഏറ്റുപറഞ്ഞ അനുതാപത്തോടെ പൊട്ടിക്കരയുന്ന പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ, ഉണർവ് യോഗങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാവട്ടെ. ഹല്ലേലൂയ. ഞാന് ബെന്നിക്കെതിരെ ഇപ്പൊ കീബോർഡ് വായിച്ച സഹോദരൻ, എനിക്കൊന്ന് സാം ജോസഫിന്റെ അനിയനല്ലേ, ഞാൻ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തേച്ചേ. ഞാൻ ഈ വേദപുസ്തകം പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കാൻ എവിടെയാ പ്രമാണം? ഞാൻ എഴുന്നേറ്റ് വെറുതെ എഴുന്നേക്കുമല്ലോ, ഞാൻ അങ്ങ് കത്തിക്കുമല്ലേ. മൂക്കള തൂക്കുന്ന തൂവാല കുലുക്കിയാലും എത്ര ചാടിയാലും കൂട്ടു സഹോദരനെ ക്രൂശിക്കാൻ കരം ചലിപ്പിച്ചിട്ട് ഒരു ശുശ്രൂഷ ചെയ്യുന്നെങ്കിൽ അത് പാപമാണ്. യേശുവിന്റെ നാമത്തിൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഈ പാപം പുറത്തു പോകാൻ, ഈ വചനത്തിന്റെ വാളെടുത്ത് വെട്ടാൻ അധികാരമുള്ളവർ എഴുന്നേൽക്കണം. ശരണായ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇന്ന് പകലിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന, മൂടി വെച്ചിരിക്കുന്ന, സാരമില്ലെന്ന് ചിന്തിക്കുന്ന ചില പാപ സ്വഭാവങ്ങളെ ദൈവാത്മാവ് ഇന്ന് പകലിൽ എടുത്തു മാറ്റുന്നു. ആമേൻ. ആഴമായൊരു ശുദ്ധീകരണം ഈ സെഷനിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐക്യതയ്ക്ക് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പുതിയ നിയമത്തിൽ കണ്ടത് ഗദരദേശത്തെ ഭൂതഗ്രസ്തന്മാരുടെ ഐക്യതയാണ്. ഹല്ലേലൂയ. ഗദരദേശത്തെ അവരുടെ ചർച്ചിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാം, 6000 വിശ്വാസികളാണ്, 6000 എണ്ണം. അവിടെ കമ്മിറ്റിയില്ല, ജനറൽ ബോഡിയില്ല. അവർ 6000 പേർക്ക് ഒരു ഒറ്റ അഭിപ്രായമുള്ളൂ. എന്നറിയോ? ഞങ്ങൾ പോവുകയാണെങ്കിൽ ഒന്നിച്ചേ പോവും, പോയാൽ പന്നികളുടെ ദേഹത്തേക്കേ പോവും. കർത്താവേ, നീ അതിന് ഞങ്ങളെ, ഉപവാസത്തോടെയാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ആ ഭാഗം പഠിച്ചാൽ ദുരാത്മാക്കളുടെ അപേക്ഷയ്ക്ക് യേശു മറുപടി കൊടുത്തെന്നാണ് എഴുതിയിരിക്കുന്നത്. സത്യമാണോ? കാരണം കർത്താവിനെ പോലും അത്ഭുതപ്പെടുത്തി 12 എണ്ണം കൂടെ ഉള്ളതിനെ കൊണ്ടുപോകുന്ന പാട് കർത്താവിനറിയാം. തമ്മി ചേരുകയല്ലോ. അപ്പൊ ഈ 6000 ദുരാത്മാക്കൾ ഇത്രേ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പോഴേ കർത്താവ് അന്നേരം മറുപടി കൊടുത്തു. അതിൽ ഒരാൾ പോലും എനിക്ക് പോത്തിന്റെ മണ്ടയ്ക്ക് കയറണമെന്ന് പറഞ്ഞില്ലല്ലോ. അത് കുഞ്ഞുവിച്ചാൻ പറയുന്നത് പോലെ ഈ പന്നിയുടെ ദേഹത്തേക്ക് കയറുക എന്നുള്ള, അതാണല്ലോ നമ്മുടെ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. സത്യം പറഞ്ഞാൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് ഞാൻ പഠിച്ചതെന്നറിയോ? ഒരു കാര്യം എങ്ങനെ നടത്താതിരിക്കാം എന്ന് ചർച്ച ചെയ്യാനുള്ളതാണ് കമ്മിറ്റി. കമ്മിറ്റിക്കാർ പിണമൊന്നും ചെയ്യരുത് കേട്ടോ, പോട്ടെ. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല ഇതൊക്കെയാണോ സഭ? അങ്ങനെ ഒരു സഭയ്ക്ക് പോകാൻ പറ്റുമോ? അതിനെവിടെ ബൈബിളിൽ വ്യവസ്ഥ? സ്തോത്രം.
6000 ദുരാത്മാക്കളുടെ യൂണിറ്റി. പിന്നെ പഴയ നിയമത്തിൽ യൂണിറ്റിക്കുള്ള ഒരു തെളിവ് എന്നാണെന്നറിയോ? 300 കുറുക്കന്മാരുടെ യൂണിറ്റി. 2 കുറുക്കൻ ഒരു പന്തം. അപ്പൊ 2 കുറുക്കൻ ഒത്തേ പറ്റുവേ? 300 കുറുക്കന്മാരാ ദൈവദാസന്റെ മുമ്പിൽ വന്ന് ആ നിൽക്കുന്ന നിപ്പൊക്കെ ഒന്ന് മനസ്സിൽ കണ്ടേ. 300 കുറുക്കൻ ലൈനായിട്ട് നിൽക്കുക. എൻ്റെ ഭാവനയാണ്, ഒരു കുറുക്കൻ മറ്റേ കുറുക്കനെ തോണ്ടിയിട്ട് പറഞ്ഞു, ബ്രദറെ കോഴി പോന്നു. കാരണം കുറുക്കനെ കുറിച്ചൊരു ചൊല്ലുണ്ട്, എന്താ? കുറുക്കൻ ചത്താലും ഉണ്ടോ? നിങ്ങൾക്കറിയാവേ പഴഞ്ചൊല്ല്? കണ്ണ് കോഴിക്കൂട്ടില്ല. ചിക്കൻ ഇല്ലാതെ ഒരു വക കഴിക്കുന്ന ടീമല്ല കുറുക്കന്മാർ. അപ്പം ഇപ്പൊ കുറേ നേരമായിട്ട് ഫാസ്റ്റിംഗ് ആണ്. ദൈവദാസനോട് അല്ലേ ഫാസ്റ്റിംഗ് അല്ലേ? അപ്പോൾ ഒരു കോഴി പോകുന്ന കണ്ടപ്പോൾ ഒരു കുറുക്കൻ മറ്റേ കുറുക്കനെ തോണ്ടിട്ട് പറഞ്ഞു, ബ്രദറെ മറ്റേ ബ്രദർ പറഞ്ഞു, ബ്രദർ നമ്മളൊരു മിനിസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്, നിങ്ങളതുകൊണ്ട് എൻ്റെ ഏകാഗ്രത കളയരുത്, നമ്മൾ ഫാസ്റ്റിംഗ് ആണ്. ഇനി ഒരു കുറുക്കൻ്റെ വാല് മറ്റേ കുറുക്കൻ്റെ വാലിനോട് ചേർത്ത് വെച്ചു. 2 കുറുക്കൻ ഒരു പന്തമേ ഉള്ളൂ. ഈ ഒരു കുറുക്കൻ ഒരു പന്തം കൊടുത്തതാണ് ഇന്നത്തെ പ്രശ്നം. അത് ഞാൻ വിശദീകരിക്കുന്നില്ല, അത്രയും പറഞ്ഞ് വിടുന്നു. നിങ്ങൾ ആ മൂട്ടിൽ പന്തം ഫിറ്റ് ചെയ്ത് കുറുക്കന്മാരെ ഒന്ന് മനസ്സിൽ എന്നാ യൂണിറ്റിയാന്ന് അവർക്ക്. ഇന്നാണെങ്കിലോ ഇപ്പോൾ എൻ്റെ ഞാൻ ഈ ചർച്ചിലെ ഒരു സഹോദരനാന്നിരിക്കട്ടെ, എൻ്റെ വാല് പിടിച്ചു, ഞായച്ചാൻ എൻ്റെ വാല് പിടിച്ചു, വേറൊരു സഹോദരൻ്റെ വാലുമായിട്ട് കെട്ടാനാ. അന്നേരം ഞായച്ചാൻ്റെ ചെവി പറയും, അതെ കുഞ്ഞുവച്ചാൻ്റെ വാലുമായിട്ട് എൻ്റെ വാല് കെട്ടണ്ട, കാരണം എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് സാബു ബ്രദറിൻ്റെ വാലും എൻ്റെ വാലും തമ്മിൽ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്ക, മിക്കവാറും വാലുള്ളവരൊക്കെ ഇത് പറയും. അതേസമയം ആ 300 കുറുക്കനെ നോക്ക്. ഫെലിസ്ത്യന്റെ മേൽ ജയം ഘോഷിക്കണമെങ്കിൽ മൃഗങ്ങളിൽ പോലും ഒരൈക്യത ഉണ്ടാവണമെന്ന് ശിംശോൻ ഇച്ഛിച്ചു. 2 കുറുക്കൻ ഒരു പന്തം. ഞാൻ ആ കുറുക്കനോടൊന്ന് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, നടക്കുകയില്ലെങ്കിലും ഭാവനയാ. എന്നാ പായുന്നേ, എന്നാ പാച്ചിലാന്നേ. മൂട്ടി തീ പിടിച്ചാൽ ആരെങ്കിലും ശാന്തമായിരിക്കുവോ? തീ പിടിക്കാത്തവരെ പ്രത്യേകം കണ്ടാൽ അറിയാം എന്തോ ഒരു ശാന്തതയാ. ആമേൻ. ആ കുറുക്കൻ എന്ത് പറയും? എൻ്റെ ബ്രദറെ, താല്പര്യം ഉണ്ടായിട്ട് ഇളകി ചാടുവല്ല, മൂട്ടി തീ പിടിച്ചേക്കുക, പിന്നെ എങ്ങനെ അനങ്ങാതിരിക്കും? ആമേൻ. മൂട്ടിൽ തീ പിടിച്ച സഭകളെയാണ് ഈ തലമുറയിൽ ദൈവത്തിന് ആവശ്യം. ഹല്ലേലൂയ. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ഞാൻ ചോദിക്കട്ടെ, ഇത്രയും വർഷമായി തിരുവല്ല പട്ടണത്തെ വാഴുന്ന ദേശാധിപതിക്കൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മൾ ഇന്നും അതിനെ പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു യോഗം കഴിയുമ്പോൾ ഒരു ആത്മസംതൃപ്തി ഉണ്ടാകും. ഇന്നത്തെ യോഗത്തിൽ എന്തായാലും പുള്ളിയെ കെട്ടിച്ചെന്ന്. നാളെ ഇത് തന്നെയാണ് നമ്മൾ ആവർത്തിക്കുന്നത്. ദേശത്തിന്റെ നമ്മൾ അങ്ങനെ ഒരു വേദശാസ്ത്ര വിശകലനത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാഹളം ധ്വനിക്കുന്നത് വരെ സാത്താനും സാത്താന്റെ പോരാട്ടവുമുണ്ട്, ദൈവസഭയ്ക്ക് പോരാട്ടമുണ്ട്. അത് യേശു പറഞ്ഞില്ലേ, പാതാള ഗോപുരങ്ങൾ സഭയ്ക്കെതിരാണ്, പക്ഷെ ജയം സഭയ്ക്കാണ്. ഓരോ പോരിന്റെയും മുൻപിൽ ദൈവസഭ വന്ന് നിൽക്കുമ്പോൾ നാളെ പോരാട്ടം ഉണ്ടാകയില്ലെന്നല്ല, ഇന്ന് ഞാൻ നേരിടുന്ന പ്രതിസന്ധിയുടെ മേൽ എനിക്ക് ജയമുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകലിൽ ഒരു ജയം പ്രഖ്യാപിക്കാൻ അന്തരാത്മാവിൽ ആത്മാവിന്റെ അധികാരമുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ അധരം തുറന്ന ദുഷ്ട പോരിനോട് പറ, എന്റെ മേൽ നിനക്ക് അവകാശമില്ല, തലമുറകളുടെ മേൽ അവകാശമില്ല, ശുശ്രൂഷയുടെ മേൽ അവകാശമില്ല. രക്തത്താൽ ജയം. ഹല്ലേലൂയ. നമുക്ക് ഞാൻ ആ അഭിസംബോധനയിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് അടുത്ത 1-2 കാര്യങ്ങൾ പറഞ്ഞ് സമയപരിധിയിൽ
ഞാൻ എൻ്റെ സന്ദേശം ഉപസംഹരിക്കാൻ ശ്രമിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞാനിന്ന് ജീവനോടും പറഞ്ഞു, ഞാൻ ബെന്നിയോടും പറഞ്ഞു, മനസ്സുകൊണ്ട് രാജ്യാൻ ഇവിടെ തിരുവല്ല ജോലി ചെയ്യുന്ന കാലം തൊട്ട് അദ്ദേഹത്തെ എനിക്കറിയാം. PVP-യുടെ പ്രസിഡൻ്റായിരുന്ന കാലം മുതൽ അന്ന് തൊട്ടേ ഉള്ളൊരു ബന്ധമാണ്. എനിക്ക് അങ്ങനെയുള്ളവരുടെ ഇടയ്ക്ക് പോവുകയോ അവരുടെ യോഗങ്ങളിൽ പോയി ശുശ്രൂഷിക്കുകയും ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു യോഗം ക്രമീകരിച്ച് അവിടെയൊക്കെ പ്രസംഗിക്കാൻ വിളിച്ചാലുണ്ടല്ലോ ഭയങ്കര ശ്വാസം മുട്ടലാണ് നമുക്ക്. ഞാനതുകൊണ്ട് മനസ്സ് തുറന്ന് ഇവിടെ കാര്യങ്ങൾ പറയുന്നത് ആത്മാവിനൊരു സ്വാതന്ത്ര്യം ഇതിനകത്തുള്ളത് കൊണ്ടാണ്. ഈ സഭയെ ദൈവം അതുപോലെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് ഐക്യമായി നിൽക്കാൻ പ്രിയപ്പെട്ടവരെ. ഈ പ്രയർ സെന്റർ ഈ പട്ടണത്തിൽ ഐക്യമായി നിന്നാൽ, ഓ ഹല്ലേലൂയ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഏതെങ്കിലും ശക്തി നമ്മെ കീഴ്പ്പെടുത്തുമെന്ന്? ഒരു ശക്തിക്കും നമ്മെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. കാരണം നമ്മുടെ മേലുള്ള അധികാരം, ആത്മശക്തി അത്രയ്ക്കും വലുതാണ്. ഞാൻ ഇനി ആ 2 വിഭജനം പെട്ടെന്ന് പറഞ്ഞിട്ട് കുറിവാക്യത്തെ ഒന്ന് തൊടാം. അടുത്ത 2 വിഭജനം. ഒന്നാമത്തെ വിഭജനം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അഥവാ അഭിസംബോധന. രണ്ടാമത്തെ വിഭജനം അപേക്ഷകളാണെന്ന് ഞാൻ പറഞ്ഞു. അപേക്ഷകൾ ഒരു വീട്ടിൽ ചെന്ന എണ്ണാവും. 6 അപേക്ഷകളാണ് യേശു ഈ കൊച്ചു പ്രാർത്ഥനയിൽ അവതരിപ്പിച്ചത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. 6 അപേക്ഷകൾ. ആദ്യത്തെ 3 അപേക്ഷകൾ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ളവയാണ്. 3 അപേക്ഷകൾ. ദൈവമേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ദൈവമേ, നിന്റെ രാജ്യം വരണമേ. ദൈവമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും. അപ്പം ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ ഇഷ്ടം. ഇതാണ് ആദ്യത്തെ ദൈവീകമായ 3 അപേക്ഷകൾ. അടുത്ത 3 അപേക്ഷകൾ മാനുഷികമായവയാണ്. അതിലൊന്നാമത്തേതാണ് നമ്മുടെ കുറിവാക്യം. മാനുഷികമായ 3 അപേക്ഷകളിൽ ഒന്നാമത്തേതാണ് നമ്മുടെ കുറിവാക്യം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. രണ്ടാമത്തെ അപേക്ഷ ഞങ്ങളോട് ക്ഷമിക്കണമേ. അതിനൊരു ക്ലോസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കുന്നവനാണെങ്കിലേ ഞാൻ ക്ഷമ അർഹിക്കുന്നുള്ളൂ. ഞാൻ ക്ഷമിക്കുന്നവനാണെങ്കിലേ ഞാൻ ക്ഷമ അർഹിക്കുന്നുള്ളൂ. അതൊന്നും വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തേത് ദുഷ്ടങ്കൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഇതാണ് ഒടുവിലത്തെ 3 അപേക്ഷകൾ. അപ്പോൾ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപേക്ഷകളിൽ ആദ്യത്തെ 3 അപേക്ഷകളിൽ ഒടുവിലത്തെ 3 ഞങ്ങൾക്കാവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ ദുഷ്ടങ്കലിൽ നിന്ന് വിടുവിക്കണമേ. അപ്പം അപേക്ഷകൾ ആകെ 6 6 അപേക്ഷകളെ 2ആയി തിരിക്കാം. ദൈവീകമായവയെന്നും മാനുഷികമായവയെന്നും. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ 3ാം ഭാഗം എന്ന് പറയുന്നതാണ് മഹത്വാർപ്പണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഇതാണ് യേശു പഠിപ്പിച്ച അതിമനോഹരമായ ആത്മീകോത്തേജനപ്രദങ്ങളായ ഒരുപാട് ആഴങ്ങളുള്ള, ഒരുപാട് ദൂതുകളുള്ള, ഒരുപാട് വെളിപ്പാടുകളുള്ള പ്രാർത്ഥന. ഈ അപേക്ഷകളൊക്കെ സമയമെടുത്ത് വിശദീകരിച്ചാൽ അതിമനോഹരമാണ്. ഇനി നമുക്ക് നമ്മുടെ കുറിവാക്യം ഒന്ന് തൊട്ട് നിർത്താം. ഈ ഫസ്റ്റ് സെഷനിൽ ശ്രദ്ധിക്കണേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം
ഇന്ന് തരണമേ. ശ്രദ്ധിച്ചു കേൾക്കണേ. എന്താണ് യേശു ഈ പഠിപ്പിച്ചതിൻ്റെ അർത്ഥം? പ്രാർത്ഥിച്ചില്ലെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, ആവശ്യമുള്ള ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിൽ കിട്ടത്തില്ലേ? കിട്ടത്തില്ലേ? ഈ ഒരു കാക്കക്കുഞ്ഞ് കരയുമ്പോൾ അതിൻ്റെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് ദൈവം അത് നൽകുന്നതല്ലേ വചനം? അങ്ങനെയാണെങ്കിൽ ആവശ്യമുള്ള ആഹാരം തരണമേ എന്ന് മകൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ, മകള് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ആഹാരം കിട്ടത്തില്ല എന്നാണോ ആ വാചകത്തിൻ്റെ അർത്ഥം? അല്ല. ആവശ്യമുള്ള ആഹാരം തരണമേ എന്ന് പഠിപ്പിച്ചതിൻ്റെ ആഴവും അർത്ഥവും പ്രത്യേകം ശ്രദ്ധേയമാണ്. മിസ് ചെയ്യരുത്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആഗ്രഹമുള്ളതല്ല അപേക്ഷിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ആഗ്രഹമുള്ളതല്ല അപേക്ഷിക്കേണ്ടത്, ആവശ്യമുള്ളതാണ്. അതാ യേശു പഠിപ്പിച്ചു വരുന്നതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും, എല്ലാം ആഗ്രഹം, പലപ്പോഴും മോഹമാണ്. മോഹമാണ് പല ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുന്നത്. ഞാൻ മിനിങ്ങാന്ന് കുറച്ച് നോട്ട് ഈ ആഗ്രഹവും ആവശ്യവും എന്ന ചിന്തയെക്കുറിച്ച് എഴുതിയപ്പോൾ വെറുതെ ഒരു ഉദാഹരണത്തിന് എഴുതി. എൻ്റെ വീട്ടിൽ രാജ്യം വന്നിട്ടുണ്ട്. ഞാൻ അങ്ങ് ആഗ്രഹിക്കുകയാണെന്ന് ചോദിച്ചു. ഇപ്പം ഭയങ്കര ട്രാഫിക്കാണല്ലോ, ഒരു യോഗത്തിന് സമയത്തിനൊക്കെ ചെല്ലണമെങ്കിൽ വലിയ പാടാണ്. അതുകൊണ്ട് എൻ്റെ വീടിൻ്റെ മുകളിൽ എനിക്കൊരു ഹെലിപ്പാഡ് ഉണ്ടാക്കണം. ആളുകൾ അന്തം വിട്ട് നോക്കുന്നുണ്ട്. ഞാൻ ഏതാണ്ട് അത് ചിന്തിച്ചത് പോലെയാണ്. എൻ്റെ വീടിൻ്റെ മുകളിൽ എനിക്കൊരു ഹെലിപ്പാഡ് ഉണ്ടാക്കണം. എന്നിട്ട് എനിക്കൊരു, കാരണം വലിയ ട്രാഫിക് പ്രോബ്ലം. അപ്പം നമുക്ക് കാരണം പറയാനുണ്ട്. ചവിട്ടി പിടിച്ച് ഓടിക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, അതെൻ്റെ ഒരാഗ്രഹമാണെന്നിരിക്കട്ടെ. എൻ്റെ ചോദ്യം, അതെൻ്റെ ആവശ്യമാണോ? അച്ഛനൊക്കെ ശക്തിയോടെ പറയുന്ന അല്ലെന്ന്. ഞാൻ ഒന്നുകൂടെ പറയുന്നു. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ചാൽ, പല പ്രസംഗങ്ങൾ ശ്രദ്ധിച്ചാലും നമ്മെ മോഹിപ്പിക്കാൻ പഠിപ്പിക്കുകയാണ്. നമ്മളെ മോഹങ്ങളിലേക്ക് തള്ളിവിടുകയാണ്. ഞാൻ ദൈവമക്കളെ അതിന് വേദശാസ്ത്ര വെളിച്ചത്തിലൊന്ന് പറയാൻ ശ്രമിച്ചോട്ടെ, സമയം മുമ്പോട്ട് പോകുന്നു. ഈ സാത്താൻ ഹൗവയിൽ കൊണ്ടുവന്നത് ഒരു വലിയ മോഹമല്ലേ? ഇത് തിന്നാൽ നീ ആരെ പോലെയാകും? കണ്ടോ, ദൈവത്തെ പോലെയാകും. അപ്പോൾ എനിക്ക് ആരെ പോലെ ആവണം? അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു. ഈ എന്തെങ്കിലും ആകണമെന്നാഗ്രഹിച്ച് ഈ മാവിൻ്റെ ചോട്ടിലും എന്ത് പറയണ്ടേ, ആത്തയുടെ ചോട്ടിലുമൊക്കെ പോയി കുത്തി നിൽക്കുന്നവരോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. അവരെ തള്ളി വിട്ടേക്കുന്നത് നമ്മുടെ തോട്ടത്തിലെ മറ്റേ പുള്ളിയാണ്. ഞാനാകുന്നതും ദൈവമാക്കുന്നതും രണ്ടും രണ്ടാണ്. ഇപ്പൊ ഹവ്വയുടെ ഉള്ളിൽ ഏത് ചിന്ത വന്നു? എനിക്ക് ഞാനായിട്ടിരുന്നാൽ പോരെ, എനിക്ക് ആരാവണം? ദൈവത്തെ പോലെ ആവണം. ദൈവത്തെ പോലെ ആയിക്കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താന്ന് വല്ലതും മനസ്സിലായോ? പിന്നെ കർച്ചീഫ് പിടിക്കാൻ ഒരാള്, ഫോൺ പിടിക്കാൻ ഒരാള്, പിന്നെ ചെരുപ്പ് പോളിഷ് ചെയ്യാൻ ഒരാള്, പിന്നെ സോക്സ് ഇടിക്കാൻ ഒരാള്. കാരണം ഞാൻ ആരാണ്? അയ്യോ, മനസ്സിലായില്ല നിങ്ങൾക്ക്? ഞാൻ സാധാരണക്കാരനല്ലല്ലോ, ഞാൻ വലിയ ഇൻഡാസാണ്. പിന്നെ എൻ്റെ ആ നോട്ടവും എനിക്കറിയത്തില്ല. ഇതുങ്ങളെ പോലെയുള്ളവരെ ചുമക്കാൻ
നമ്മുടെ ഇടയിൽ കുറെ ആളുകളുണ്ടല്ലോ എന്നുള്ളതാണ്. നമ്മൾ ആരോ ആണെന്ന് നമുക്ക് തോന്നുക. വീട്ടിലുള്ളവർക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഹൗവ, നിങ്ങൾക്ക് നിങ്ങളാകാനേ പറ്റൂ. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു മോഹം കൊണ്ടുവന്നിരിക്കുന്നു, ഒരാഗ്രഹം കൊണ്ടുവന്നിരിക്കുന്നു. എന്താ? നിങ്ങൾ ആരെ പോലെ ആവും? എന്റെ ചോദ്യം, തിന്നാൽ, നടുവിൽ നിൽക്കുന്നതിന്റെ വൃക്ഷഫലം തിന്നാൽ മരിക്കും എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വാക്കുകളെക്കാൾ, അപ്പൊ ദൈവം മുമ്പിൽ വെച്ചത് എന്താ? തിന്നാൽ മരണമാ. സാത്താൻ മുമ്പിൽ വെച്ചത് എന്താ? തിന്നാൽ പൊസിഷനാ. ഗ്ലോറി പറഞ്ഞില്ലാരും. ഇപ്പം മനസ്സിലായോ? പൊസിഷന്റെ കൊതി തലയ്ക്ക് പിടിച്ചാൽ, ഓ, ഇവിടെ പറയേണ്ട കാര്യമില്ലിത്. എങ്കിലും പത്തനംതിട്ട ജില്ലയല്ലേ, തിരുവല്ലയല്ലേ, ഇരിക്കട്ടെ. ഈ പൊസിഷൻ തലയ്ക്ക് പിടിച്ചാൽ വലിയ പ്രശ്നമാണ്. ഞാൻ ഒരു ചിന്ത പറയാം, ഇത് തലയ്ക്ക് പിടിച്ച പ്രശ്നമാണ്. ശമൂവേലിനെ, ദാവീദിനെ അഭിഷേകം ചെയ്യാൻ വേണ്ടി ശമൂവേലിനെ വിട്ടപ്പോ ശമൂവേൽ ദൈവത്തോട് പറഞ്ഞൊരു വാചകമുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ദാവീദിനെ അഭിഷേകം ചെയ്യുന്ന കാര്യം ദൈവം ശമൂവേലിനോട് പറഞ്ഞപ്പം, ശൗൽ അറിഞ്ഞാൽ, ബാക്കി എന്തുവാ? എന്നെ കൊല്ലും. അയ്യോ, പഴയ നിയമത്തിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞ വാക്യമാണ്. എന്ന് പറഞ്ഞാൽ ശൗലിനു പകരം ഒരു ദാവീദിനെ അഭിഷേകം ചെയ്യുന്നു എന്നുള്ളത് ശൗൽ അറിഞ്ഞാൽ ആരെ കൊല്ലും? അഭിഷേകം ചെയ്യുന്ന ശമൂവേലിനെ കൊല്ലുമെന്ന്. അപ്പോൾ പൊസിഷൻ നിലനിർത്താൻ വേണ്ടി, പദവി നിലനിർത്താൻ വേണ്ടി ഒരുവനെ കൊല്ലേണ്ടി വന്നാലും ആളുകൾ അതിന് തയ്യാറാ. യേശുവിന്റെ നാമത്തിൽ ആത്മീയ ഗോളത്തിൽ കിടന്ന് കറങ്ങുന്ന ആ സ്പിരിറ്റിനെ ഇന്ന് പകൽ ദൈവാത്മാവിൽ ബ്രേക്ക് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുക. കൊല്ലും. കണ്ടോ? അവനെ തട്ടിയിട്ടാണെങ്കിലും, കണ്ടോ, അവനെ തട്ടിയിട്ടാണെങ്കിലും ഞാൻ എൻ്റെ പൊസിഷൻ നിലനിർത്തുമെന്ന്. മനസ്സിലായോ? പൊസിഷന്റെ പ്രത്യേകത, പദവി. ഇതിന്റെ പിൻപിൽ ആരാന്നാ ഞാൻ ഈ പറഞ്ഞു വന്നത്? സാത്താൻ. നീ ദൈവത്തെ പോലെയാകും. കണ്ടോ? അപ്പോ പല ആഗ്രഹങ്ങളെയും നിയന്ത്രിക്കുന്നത് മോഹമാണ്. ഇനി ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെ കുറിച്ച് ഒരു വാചകം പറഞ്ഞ് ഞാൻ സന്ദേശം നിർത്താൻ പോവുക. ദാവീദ് കുടുംബസ്ഥനാണ്. ശ്രദ്ധിച്ചു കേൾക്കണേ. ദാവീദ് കുടുംബസ്ഥനാണ്. നന്നായി പോന്നു കുടുംബജീവിതം. പക്ഷെ ദാവീദിനൊരു ആഗ്രഹം. അറിയാമല്ലോ ദാവീദിന്റെ ആഗ്രഹം? ഊരിയാവിന്റെ ജീവിത പങ്കാളിയെ ദാവീദിന് വേണം പോലും. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുന്നവന്റെ ഉള്ളിൽ ആഗ്രഹം, മോഹം, മറ്റൊരാളിന്റെ പ്രോപ്പർട്ടി സ്വന്തമാക്കണം പോലും. എന്നെ ഭയപ്പെടുത്തുന്ന മേഖല അതൊക്കെ. ആഗ്രഹിക്കുന്നതെല്ലാം തരുന്നതല്ല പ്രാർത്ഥന. ദൈവമക്കൾ അത് പ്രത്യേകം പഠിക്കണം ഇന്ന് പകലിൽ. ഹല്ലേലൂയ. നിങ്ങൾക്ക് വചനം അറിയാമല്ലോ. തൻ്റെ ആഗ്രഹത്തെ നിയന്ത്രിച്ചത് മോഹമല്ലേ? ദാവീദ് കുടുംബസ്ഥനാണ്, കുടുംബജീവിതം ഉണ്ട്. ഊരിയാവിൻ്റെ ഭാര്യയെ സ്വന്തമാക്കാനുള്ള ആഗ്രഹം, ആ മോഹം, അത് വളർന്ന് വളർന്ന് സ്വന്തമാക്കിയെന്ന് മാത്രമല്ല, ശാന്തമായി മുമ്പോട്ട് ജീവിക്കാൻ ഊരിയാവിനെ കൊന്നുകളഞ്ഞില്ലേ?
ദൈവാത്മാവ് അതിശക്തമായി ഇന്ന് പകൽ ഈ സഭയ്ക്കകത്ത് ഇടപെടുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദൂതൊന്നുമല്ല ഞാനിവിടെ പങ്കുവെക്കുന്നത്. ഈ തലമുറയിൽ ദൈവസഭയും അഭിഷക്തന്മാരും അറിഞ്ഞിരിക്കേണ്ടുന്ന വചനത്തിന്റെ വെളിപ്പാടാണ് പങ്കുവെക്കുന്നത്. സ്വന്തമാക്കി ഇല്ലേ? സ്വന്തമാക്കി. കണ്ടോ? ആഗ്രഹം, അതിനെ നിയന്ത്രിച്ച മോഹം. അതുകൊണ്ട് എന്താ വലിയ താല്പര്യമായിരുന്നു ദൈവാലയം പണിയണമെന്ന്. ദൈവം തമ്പുരാൻ ചെവി പറഞ്ഞു, നിന്റെ കയ്യിൽ രക്തക്കറയുള്ളത് കൊണ്ട് നോ, നിന്നെ എനിക്ക് ഇഷ്ടമാണ്, നീ എൻ്റെ ഹൃദയപ്രകാരമുള്ളവനൊക്കെയാ. പക്ഷേ ആഗ്രഹങ്ങളും മോഹങ്ങളും നീ താലോലിച്ച് അത് നിന്നെ ഒരു കൊലപാതക കുറ്റത്തിൽ കൊണ്ടെത്തിച്ച ചരിത്രം ഉള്ളിടത്തോളം കാലം നീ ഒന്നും പണിയണ്ട. നിന്റെ തലമുറയെ കൊണ്ടായിരിക്കും ഞാൻ അത് ചെയ്യിക്കാൻ പോകുന്നത്. ദൈവമക്കൾക്ക് വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. യേശു പഠിപ്പിച്ചത് ആഗ്രഹമുള്ളതിന് വേണ്ടി ഉപവസിക്കാനല്ല കേട്ടോ. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആഗ്രഹമുള്ളതിന് വേണ്ടിയല്ല ഉപവസിക്കാൻ ബൈബിളിൽ വ്യവസ്ഥയില്ല. ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത് മോഹമാണ്. മോഹം പാപമാണ്. മോഹം ഗർഭം ധരിച്ചാൽ പാപത്തെയാണ് പ്രസവിക്കുന്നത്. ഇന്ന് പകലിൽ നമുക്ക് ആ അപ്പന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ, എനിക്ക് ആഗ്രഹമുള്ളതൊന്നും നീ തരണ്ട, എന്നാൽ എന്റെ ആവശ്യത്തിന്റെ മേൽ ആമേൻ. ഇന്ന് പകൽ ആത്മാവ് ഇടപെടുകയാ. എന്റെ ആവശ്യത്തിന്റെ മേൽ. ദൈവമക്കളെ, ആ ആവശ്യം എത്ര വലുതായാലും, ആ ആവശ്യം എത്ര ചെറുതായാലും, ഈ അപ്പന്റെ പ്രത്യേകത മനസ്സിലായോ? ഈ ആവശ്യത്തിൽ അവൻ ഇടപെടും. അയ്യോ, ഞാനൊരു വർഷക്കണക്ക് പറഞ്ഞോട്ടെ. ഞാൻ അങ്ങനെ ഡേറ്റ് പറയുന്ന ആളല്ലെങ്കിലും ഒരു നിയോഗമുള്ളത് കൊണ്ട് പറഞ്ഞോട്ടെ. ഈ 2026 തീരുന്നതിന് മുൻപ് ചില വലിയ ആവശ്യങ്ങളുടെ നിർവഹണം കണ്ട് സന്തോഷിപ്പാൻ ദൈവം നമ്മുടെ കണ്ണുകൾക്ക് ഭാഗ്യം തരാൻ പോകുന്നു. യെസ്, അത് ദൈവാത്മാവ് ആവർത്തിക്കുന്നു. ആവശ്യങ്ങളിൽ ഇടപെടുന്ന ദൈവം അങ്ങനെ ചെയ്യുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. കർത്താവിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ. ആഗ്രഹമുള്ളത് വേണ്ട കർത്താവേ. ആവശ്യമുള്ളത് മതിയേ. ഒരു കാക്ക കുഞ്ഞ് കരയുമ്പോ അതിന്റെ ആവശ്യം എന്തെന്നറിഞ്ഞ് സ്വർഗത്തിലെ അപ്പൻ കരം ചലിപ്പിക്കുമെങ്കിൽ ഈ പ്രാർത്ഥനയുടെ പകലിൽ തന്റെ ജനത്തോട് ദൈവാത്മാവ് പറയുകയാ, ആവശ്യം എത്ര വലുതാണെങ്കിലും ഈ ദൂത് ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ആമേൻ പറഞ്ഞു, എന്റെ ദൈവം ഇടപെടും. കാരണം കർത്താവ് പഠിപ്പിച്ചതാ ആവശ്യമുള്ളത്. ആമേൻ. ഞാൻ അതിനൊരു ദിവസം കൂടെ പറഞ്ഞോട്ടെ. പഠിപ്പിച്ചത് എങ്ങനെ? ഇന്ന് തരണമെന്നാ. ഇന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇതിനകത്ത് വന്ന ചിലരെ ദൈവാത്മാവ് വിവേചിച്ചൊരു ദൂത് പറയുന്നു. ഇന്ന് തരണേന്ന് പഠിപ്പിച്ചതിനകത്തെ ദൂത് എന്താണെന്നറിയാമോ? ഇനി ആവശ്യത്തിന്റെ മേൽ ഒരവധി കാത്തിരുന്ന് മടുക്കാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ഒരവധി കാത്തിരുന്ന് മടുത്തു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് 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 രക്തത്താൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം
നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേൽക്കാം. ദൈവമക്കൾക്കറിയാം, ഞാനൊരു മേജർ ട്രീറ്റ്മെൻറ്റിലൂടെ കടന്നു പോകുന്നയാളാണ്. ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, ഞാനിപ്പോൾ ഏതാണ്ട് 1.25 മണിക്കൂറായി വചനം സംസാരിക്കുന്നു ഏകദേശം. ഞാനും ഈ ദിവസങ്ങളിൽ കർത്താവിനോട് ചോദിക്കുന്നത് ആവശ്യമുള്ളതാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞു, യാത്ര ചെയ്യാനുള്ള ആരോഗ്യവും ശുശ്രൂഷിപ്പാനുള്ള ബലവും അതെൻ്റെ ആവശ്യമാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഇന്ന് പകൽ ഇവിടെ നിൽക്കുന്നത് ആ അപ്പൻ, എൻ്റെ സ്വർഗസ്ഥ പിതാവ് അതെനിക്ക് തന്നതുകൊണ്ടാ. അങ്ങനെങ്കിൽ ഈ കോമ്പൗണ്ട് വിടുന്നതിന് മുൻപ് നമ്മുടെ ചില ആവശ്യങ്ങളുടെ മേൽ ദൈവം ഇടപെടുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശേ, 30 ലക്ഷത്തിന്റെ ആവശ്യമാണ് നിന്റെ മുൻപിലെങ്കിലും നീ ആഗ്രഹമല്ലല്ലോ ചോദിച്ചത്, നീ ആവശ്യമല്ലേ അപേക്ഷിച്ചത്. എൻ്റെ ഗോഡൗണിൽ ഒന്നിനും കുറവില്ല കുഞ്ഞ്. അവരവരുടെ കൂടാരത്തിന്റെ വാതുക്കൽ ആവശ്യമുള്ളത് എത്തിച്ചു കൊടുക്കാൻ സ്വർഗത്തിലെ ദൈവം തന്റെ കരം ചലിപ്പിച്ചത് ഒരു ചരിത്ര സത്യമാണെങ്കിൽ, ഇന്ന് പകലിൽ വന്ന ദൈവമക്കളോട് ദൈവാത്മ വ്യക്തിപരമായി പറയുന്നു, ആവശ്യ നിർവഹണത്തിന് വേണ്ടി നീ അലയാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. ആ വാചകം എനിക്കറിയത്തില്ല, ആ വാചകം എന്നോട് ആവർത്തിച്ചു പറയാൻ ഇടപെടുന്നു. ആവശ്യത്തിന്റെ നിർവഹണത്തിന് വേണ്ടി നീ അലയാൻ ദൈവം അനുവദിക്കത്തില്ല. മാത്രമല്ല, ആരുടെയും മുൻപിൽ കൈനീട്ടാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് ദൈവാത്മാവ് പറയുന്നെന്ന്. ഹാഗാറേ, തുരുത്തിയിലെ വെള്ളം തീർന്നാൽ ഇനി ആ കാലിത്തുരുത്തുമായി അബ്രഹാമിന്റെ മുമ്പിൽ പോയി നിൽക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ കയ്യിലുണ്ടായിരുന്ന അപ്പം തീർന്നാൽ അബ്രഹാമിന്റെ അടുക്കളയിലേക്ക് അവൻ നിന്നെ വിടത്തില്ല. നീ എവിടെ ഇരുന്നാണോ കരയുന്നത്, എവിടെയാണോ നിന്റെ തലമുറയുടെ കണ്ണുനീര് വീണത്, അവിടെയാ നിന്റെ ആവശ്യത്തിന്റെ പരിഹാരം ദൈവം കണ്ടിരിക്കുന്നു. ദൈവാത്മാ പറയുന്നു, ഒരു സമ്പന്നന്റെയും മുൻപിൽ, ബഹുസമ്പന്നനായ അബ്രഹാമിന്റെ മുൻപിൽ, ആഗാറേ, ഇനി ഒരു തുരുത്തി വെള്ളത്തിന് വേണ്ടി നിന്നെ ഞാൻ വിടത്തില്ല. എനിക്കറിയില്ല, ഇന്ന് പകലിൽ അഭിഷക്തന്മാരിൽ ചിലരോടും ദൈവാത്മാവ് അങ്ങനെ തന്നെയായി ഇടപെടുന്നത്. ആരുടെയും മുൻപിൽ കാലിത്തുരുത്തിയുമായി കയറിയിറങ്ങാൻ നിന്നെ വിടത്തില്ല എന്ന് മാത്രമല്ല, നിന്റെ കണ്ണുനീര് വീണ ഇടത്ത് ദൈവം തരാൻ പോകുന്ന വെള്ളം തലമുറകൾ കഴിഞ്ഞാലും അത് വറ്റാതിരിക്കും. യേശുവിന്റെ നാമത്തിൽ. ഓ